ഗായ്സ്, അപ്പോൾ നമ്മുടെ സെക്കൻഡ് ലോങ് വീഡിയോ ആണെന്ന്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ രാവിലെ ആണ് കേട്ടോ. അപ്പോൾ ഒന്ന് ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ രാവിലെ എണീറ്റിട്ട് എൻ്റെ പണി എന്താണെന്നറിയോ? കാണിച്ചു തരേ. അതെ, ഇങ്ങനെ മഞ്ഞൾ അരച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ പണി. മഞ്ഞളാണ് കേട്ടോ ഇത്. ശരിക്കും ഒരു മഞ്ഞളോട് ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനും എൻ്റെ അനിയനും അപ്പവും കൂടിയിട്ടത് അത് പകുതിയായിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ എൻ്റെ ഭാഗമാണ് ഞാനിങ്ങനെ അരച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിതൊരു പേസ്റ്റ് ആക്കിയിട്ട് മുഖത്ത് തേക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നൊരു സെൽഫ് കെയർ ഡേ ഇൻ മൈ ലൈഫ് ആക്കാം. കണ്ടോ, പൊടിഞ്ഞിട്ടൊന്നുമില്ല, എന്നാലും എങ്ങനെയെങ്കിലുമൊക്കെ പൊടിക്കും എന്ന് വിചാരിക്കാം. കയ്യിലൊക്കെ മഞ്ഞപ്പൊടിയുണ്ട് എന്തായാലും. അപ്പോൾ ഉണക്കിയ മഞ്ഞൾ ഒരെണ്ണം മാത്രം അവിടെ ഇരിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ എടുത്തുകൊണ്ടെന്നാണ്. അപ്പോൾ പൊടിച്ച് കഴിഞ്ഞിട്ട് കാണാം ഗൈസ്. അപ്പോൾ ഇതിൽ നന്നായി പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ കുറേ കല്ല് പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ പൊടിച്ചെടുക്കാം. അപ്പോൾ നെക്സ്റ്റ് പണി എന്താണെന്ന് വെച്ചാൽ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട്, ഇത് ഗ്ലാസ് അല്ല കേട്ടോ, ഇങ്ങനത്തെ ഒരു സാധനമാണ്. ഇതിൽ വെള്ളവും വീണില്ല. ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഇതിലെന്താ ഇടാന്നറിയാം? ഇതാണ് ഗൈസ് തുളസി. നിങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ തുളസി നമ്മൾ അരിച്ചിട്ട് ആ നീര് ഇതിലേക്ക് വയ്ക്കാൻ പോവാണേ. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറമ്പൊന്ന് കാണിച്ചു തരേ. നല്ല രസമുള്ള പറമ്പാണ്. കണ്ടോ, കുറേ നടന്ന് കാണാനുണ്ട്. ആ ഒരു ഭാഗത്ത് പോയാൽ അവിടെ ഫുള്ള് തോട്ടാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് പോയാൽ അവിടെ ഫുള്ള് ചാല് പോലെ ഇങ്ങനെ വെള്ളമൊക്കെ ഒഴുകും. അപ്പോൾ അതിനുള്ളിൽ കുളിക്കാനും നല്ല രസമാണ്, കളിക്കാനൊക്കെ. ഇങ്ങനെ കുറേ സ്ഥലങ്ങൾ ചുറ്റിക്കണ്ണൂർ കാണാനുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളൊക്കെ സൈക്കിൾ ഓടിച്ച് പഠിച്ചത് അവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട്. ഇത് പാമ്പൻകാവാണ്. അപ്പോൾ അതിൻ്റെ മുമ്പിലൊരു ഗ്രൗണ്ട് ഉണ്ട്. അവിടെയാണ് ഞങ്ങൾ സൈക്കിളൊക്കെ ഓടിച്ച് പഠിച്ചത്. കണ്ടോ, അത് തറവാടാണ്. അതിൻ്റെ ബാക്കിൽ വേറൊരു തറവാടുണ്ട്. അത് എൻ്റെ മുത്തശ്ശിയുടെ അനിയത്തിയുടെ തറവാടാണ്. അപ്പം നമുക്കിത് ചതക്കാട്ടോ. എന്താ ഉണ്ടാവുന്നൊന്നും അറിയില്ല. അയ്യോ, ഫസ്റ്റ് തന്നെ ഫ്ലോപ്പാണ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറിക്കാണ് കേട്ടോ. ബാക്കി മഞ്ഞളൊക്കെ ഇതിലേക്ക് തന്നെ ചേർക്കണം. അതിൽ ബാക്കി കുറേ മഞ്ഞളൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ചതഞ്ഞിട്ടൊന്നുമില്ല, എന്തായാലും അതിൻ്റെ നീര് വെള്ളത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതെടുത്തിട്ട് നമ്മളിനി മഞ്ഞളിലേക്ക് ഒഴിക്കണം. അതിന് മുമ്പ് കുറച്ചുകൂടി ഒന്ന് ചതയ്ക്കാമെന്ന് വിചാരിച്ചു. നല്ല മണമുണ്ട് കേട്ടോ. അതെ ഗൈസ്, അപ്പം ഞാനിത് ഇതിലേക്ക് ഒഴിക്കണേ. മെല്ലെ ഒഴിക്കണുള്ളൂ. അതിൻ്റെ തുളസിയുടെ ഇലയൊക്കെ വീണാൽ പെട്ടു. അത് ഫുള്ള് മയിലിൻ്റെ സൗണ്ടാണ് കേട്ടോ. അവിടുന്ന് എവിടുന്നാണ് മയിൽ ഇരിക്കണമെന്നൊന്നും മനസ്സിലാവില്ലെങ്കിലും സൗണ്ട് കേൾക്കും. കുറേ ഉണ്ട് ഇവിടെ. ആ പാമ്പങ്കാവിൻ്റെ മുകളിലൊരു വലിയ മരം ഉണ്ടല്ലോ, അപ്പം അതിൻ്റെ മീതെ കുറേ മയിലുകളുണ്ട്. അപ്പം ഇത് കൈകൊണ്ടൊന്ന് പേസ്റ്റാക്കണം. കൈകൊണ്ട് പേസ്റ്റാക്കിയിട്ട് നടക്കുമെന്ന് എനിക്ക് തോന്നണില്ല. അതുകൊണ്ട് ഒന്നുകൂടി ഞാൻ ചതയ്ക്കാൻ പോവാണ്. അപ്പം അപ്പൂന് ഇപ്രാവശ്യത്തെ ടേൺ എനിക്ക് അറിയില്ല. അപ്പൂന് കിട്ടുമോയെന്നൊന്നും അറിയില്ല. എന്തായാലും എൻ്റെ ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ ഞാനിങ്ങനെ കുറേ നേരം ചതച്ചുകൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട്, അതുകൊണ്ട് അപ്പൂന് ചതയ്ക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് തന്നെ ചതയ്ക്കാമെന്ന് വിചാരിക്കും. പിന്നെയും അപ്പം അപ്പൂനെ എപ്പോഴും ടേൺ കിട്ടാമെന്നൊന്നും അറിയില്ല കേട്ടോ. കയ്യിൽ ഫുള്ളായിട്ടുണ്ട്. ഇതെന്തായാലും പോവില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ കൈ കഴുകി നോക്കാം കേട്ടോ. അപ്പം ഗായ്സ്, നമ്മുടെ മിക്സ് ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ല പേസ്റ്റ് പോലെ കിട്ടിയിട്ടുണ്ട്. ഞാൻ കുറച്ചുകൂടി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയിട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. കുറച്ച് സൺഫ്ലവർ ഓയിൽ, അത് ലാസ്റ്റാണ് കേട്ടോ ആഡ് ചെയ്തത്. ഞാൻ പറഞ്ഞുതരാം ഓർഡറിൽ തന്നെ. ഞാനൊരു കാര്യം കാണിച്ചു തരേ ഗൈസ്. ഞാനെൻ്റെ ഡ്രസ്സ് മാറ്റി എൻ്റെ മുഖത്ത് തേച്ചു ഗൈസ്. അപ്പോൾ മുഖത്ത് തേച്ചിട്ടുണ്ടാവുന്നൊന്നും അറിയില്ല, എന്തിനൊക്കെ ആവട്ടെ. അപ്പോൾ നമ്മൾ ഇതിൽ ആഡ് ചെയ്തേക്കണം എന്തൊക്കെയാണെന്നറിയാം. അപ്പോൾ ഞാൻ ഈ മഞ്ഞളും പിന്നെ തുളസി നീരും കൂടി ആഡ് ചെയ്തു. അപ്പോൾ അത് ഭയങ്കര വെള്ളം പോലെയായി. അപ്പോൾ അതിൽ ഞാൻ കുറച്ചുകൂടി മഞ്ഞൾപ്പൊടി ഇട്ടു. അപ്പോൾ ഭയങ്കര പ്യുവറായിട്ടുള്ളതാണ്, ഇവിടെ തന്നെ പൊടിക്കണതാണ് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ഇട്ടത്. പിന്നെന്താ,
പിന്നെ ആലോവേര ഇട്ടു, അതിൻ്റെ ജെല്ല്, ശരിക്കുള്ള ആലോവേര എടുത്തിട്ട് അതിൻ്റെ ജെല്ലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്യുവർ ആലോവേരയുടെ ജെല്ല് കുപ്പിയിൽ കിട്ടുമല്ലോ, അതുണ്ടാവണമെങ്കിൽ അതും എടുക്കാം. അപ്പോൾ ഞാൻ ആലോവേരയുടെ ജെല്ലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പിന്നെ വെച്ചിരിക്കണതാണ് സൺഫ്ലവർ ഓയിൽ. അത് ഇല്ലെങ്കിൽ മറ്റേ ശരിക്കും വേണ്ടത് ജോജോബ ഓയിലാണ്. ഓബ എന്നാണ് അവർ പറഞ്ഞേക്കറിയില്ല. അപ്പോൾ പിന്നെ വേണ്ടത് പിന്നൊന്നും വേണ്ട ഗൈസ്. ഈ പിന്നെ അത് കുറേ വെള്ളം കൂടുകയാണെങ്കിൽ ഇത്രയും കൂടി മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. പിന്നെ അത് എൻ്റെ പോലെ പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്, പക്ഷെ ഇത്തിരി വെള്ളം കൂടുതൽ പോലെ തോന്നുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ വെയിലത്ത് വെച്ചാൽ മതി ഗൈസ്. അപ്പോൾ വെയിലത്ത് വെച്ചാൽ അത് പെട്ടെന്ന് തന്നെ ഉണങ്ങിക്കോളും. അപ്പോൾ ഇത് കുറച്ചുകൂടിയും കട്ടിയാവും. വെള്ളം ഫുള്ള് അങ്ങോട്ട് ഉണങ്ങി അങ്ങോട്ട് പോവുമൊന്നുമില്ല. അതുകൊണ്ട് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അത് ചുണ്ടൻ്റെ കളർ നോക്കി ഗൈസ്, ബ്രൗൺ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ പോലെ ഉണ്ട്. പല്ലൊക്കെ കാണുമ്പോൾ എന്തോ വേണട്ടെ. അപ്പം എന്തായാലും മുഖത്ത് തേച്ച് വെച്ചിട്ടുണ്ട്. മുഖത്ത് ഇങ്ങനെ തേക്കുമ്പോഴത്തെ ഗുണം എന്താണെന്നറിയാം, ഈ ആയുർവേദയുടെയും ആയുർവേദമല്ല, ആലോവേരയുടെയും പിന്നെ സൺഫ്ലവർ ഓയിൽ, അതായത് എന്തെങ്കിലുമൊക്കെ ഓയിൽ, അതിൻ്റെ ഗുണമൊന്നും ഉണ്ടാവില്ല. എന്തായാലും ആലോവേരയുടെയും തുളസി നീരിൻ്റെയും പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം ടേമറിക്കിൻ്റെയും ഗുണമുണ്ടാവും. അതുകൊണ്ടാണ് ഞാനിത് മുഖത്ത് തേക്കുന്നത്. അപ്പോൾ നമുക്ക് സൺലൈറ്റ് അടിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, അപ്പോൾ നന്നായി ഗ്ലോ ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിത് ഒരു അരമണിക്കൂർ വെക്കണം കേട്ടോ ഗൈസ്. ഇത് എന്നിട്ട് അരമണിക്കൂർ വെച്ച് കഴിഞ്ഞിട്ട് ഇത് കഴുകി കളയുമ്പോൾ മറ്റേ വായിക്കും കണ്ണിക്കൊന്നും ആവാതെ സൂക്ഷിക്കണം കേട്ടോ. എൻ്റെ കൺപിള്ളറും ഇത് ഫുള്ള് ഓക്കെ. അപ്പോൾ ഞാൻ അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് കഴുകിയിട്ട് ഗ്ലോ കാണിച്ചു തരേ കേട്ടോ. ഈ വീഡിയോ എടുക്കുന്നേ നോക്ക്, നല്ല ഗ്ലോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് ഓയിലുള്ളത് കൊണ്ട് തന്നെ മുഖത്ത് ഫുള്ള് ഓയിലി ആവാൻ സാധ്യതയുണ്ട്, ഓയിലി സ്കിന്നാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ സോപ്പിട്ട് കഴുകിയാലും മതി. പക്ഷേ എൻ്റെ സ്കിന്ന് അല്ലെങ്കിലേ ഓയിലിയാണ്, ഭയങ്കര ഓയിലാണ് അല്ലെങ്കിലേ തന്നെ. അതുകൊണ്ട് തന്നെ ഓയിലായാലും എനിക്ക് പ്രശ്നമില്ല. അതുകൊണ്ടാണ് ഞാൻ സോപ്പിട്ട് കഴുകാത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിലി സ്കിൻ ഇഷ്ടമല്ലെങ്കിൽ സോപ്പിട്ട് കഴുകിയിട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ മഞ്ഞ കളറൊന്നും മേത്തൊന്നും വരണില്ല, പക്ഷെ കണ്ണ് നീരുണ്ട്, നേരിട്ട് വയ്യ. അപ്പം എന്തായാലും മുഖം നന്നായി കിട്ടിയിട്ടുണ്ട്, സോഫ്റ്റ്. അപ്പം എന്തായാലും എന്തായാലും ഇതൊരു ഡേ ഇൻ മൈ ലൈഫാണല്ലോ ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ എനിക്ക് രാത്രി വരെ എടുക്കാനുള്ള ക്ഷമയില്ല ഗൈസ്. അതുകൊണ്ടാണ് എന്തായാലും ഞാൻ ഡേ ഇൻ മൈ ലൈഫൊന്നും എടുക്കുന്നില്ല. ഓക്കെ, ഒരു മോർണിംഗ് ഇൻ മൈ ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ കട്ടായിപ്പോയിട്ടുണ്ട്, അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു വന്നത്, ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്നല്ല, മോർണിംഗ് ഇൻ മൈ ലൈഫ് വീഡിയോയിൽ ഒരു റെസിപ്പി ഉണ്ട് കേട്ടോ. അപ്പോൾ ആ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റിൽ പറയണേ. അപ്പോൾ ആ റെസിപ്പി എന്താണ്, 3 in 1 എന്താ പേരിടുക, അതുകൂടി നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ പറ്റുമോ? ഒന്ന് കമൻറ്റ് ചെയ്തോട്ടോ. 3 in 1 ടേമറിക് ക്രീം എന്ന് കമൻറ്റ് ഇടാം. അപ്പം ഞാനെന്തായാലും ക്യാപ്ഷൻ കൊടുക്കാനാണ് കേട്ടോ 3 in 1 ടേമറിക് ക്രീം എന്ന് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ എന്തെങ്കിലും പേര് സജസ്റ്റ് ചെയ്താൽ. അപ്പം ചിലപ്പോൾ വേറെ ഏതെങ്കിലും പേര് കിട്ടിയാൽ ഞാൻ അതിടും, അത് വീഡിയോയിൽ പറയുന്നുണ്ടാവില്ല. എന്തായാലും അത് വായിച്ച് നോക്കട്ടോ. അപ്പോൾ ബായ് പറയാൻ വരട്ടെ കേട്ടോ. അപ്പോൾ എപ്പോഴും നേരത്തെ ലോങ് വീഡിയോയിൽ ഞാൻ ഇങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്നറിയോ, മോർണിംഗ് ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു ആഫ്റ്റർനൂൺ വരെ വേണമല്ലോ, അതെങ്കിലും ചെയ്യണ്ടേ, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടൊന്നുമില്ല, എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ദോശയും എന്തായിരുന്നു, എൻ്റെ അനിയനും ഇവിടെ ഉണ്ട്, അവനെ കാണിച്ചു തരാം. പക്ഷേ ദോശയും എന്തായിരുന്നു, വെള്ളച്ചട്നിയോ തോന്നുന്നു, ദോശയും വെള്ളച്ചട്നിയും. അപ്പോൾ എന്തായാലും കഴിക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. പറഞ്ഞ് നാവെടുത്ത് ഇത് ഓഫ് ചെയ്തപ്പോഴേക്കും അമ്മ വിളിച്ചു, വാ മൈസൂർ മസാല ദോശ കഴിക്കാം. മൈസൂർ മസാല ദോശയും ചട്നിയുമാണ് ഇന്നത്തെ താരം. അപ്പോൾ ഇന്നെൻ്റെ കൂടെ അനിയനുണ്ട്. ഇവൻ്റെ ആണെങ്കിൽ
ക്രീം കൊള്ളായിട്ടൊന്നുമില്ല, പക്ഷെ വെള്ളം കൂടിപ്പോയി. എത്ര മഞ്ഞപ്പൊടി ഇട്ടിട്ടും ശരിയാവണമില്ല. അതുകൊണ്ട് അത് വെയിലത്ത് വയ്ക്കാൻ തീരുമാനിച്ചു. അവൻ വെയിലത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഇനി ഉച്ചയ്ക്ക് നോക്കി ശരിയാവും, എങ്ങനെയെങ്കിലും ആക്കാം. അതാക്കണമല്ലോ അല്ലേ? ആ അപ്പോൾ മൈസൂർ മസാല ദോശ കാണിച്ചേരാട്ടാ. കാണിച്ചത് ഗൈസ്, ഇപ്പം ഇതാണ് മസാല ദോശ. മൈസൂർ മസാല ദോശയാണ്. അപ്പം ഞാൻ കഴിച്ചിട്ട് കാണാൻ ഗൈസ്. അപ്പം ഞാൻ കഴിച്ച് കഴിഞ്ഞു. അപ്പോൾ ഞാൻ എത്ര ദോശ കഴിച്ചെന്നറിയോ? 2 ദോശ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത്രയും ടേസ്റ്റ് ഉണ്ടായിട്ടും ഇതൊരു സ്പെഷ്യൽ സാധനമായിട്ടും എന്തുകൊണ്ട് 2 മാത്രം കഴിച്ചു എന്ന്. അപ്പോൾ ഇത് ഭയങ്കര ഹെവിയാണ് ഗൈസ്. എനിക്ക് ഒരെണ്ണം കഴിച്ചപ്പോൾ തന്നെ വയറ് ഭയങ്കരമായിട്ട് വെത്തു. പിന്നെ ടേസ്റ്റിലുണ്ടെന്ന് ഞാൻ എനിക്ക് ഇറക്കി അതിനൊക്കെ കഴിച്ചു. അപ്പം എന്തായാലും കഴിക്കണമല്ലോ അല്ലേ? അപ്പോൾ പിന്നെ നമ്മുടെ ഈ ഞാനൊരു പേര് കൂടി കണ്ടുപിടിച്ചിട്ടുണ്ട്, കോസ്മോജെത്ത്. അതെന്നാ ഞാൻ ചുമച്ചുകൊണ്ടിരിക്കുന്നത്, ഡോണ്ട് മൈൻഡ്. ഓക്കെ, കോസ്മോജെത്ത് എന്ന് പേരുണ്ട്. അപ്പോൾ എൻ്റെ അനിയൻ്റെ അടാറ് ഫ്ലോപ്പായിട്ടുണ്ട്. എത്ര വലുത് വെച്ചിട്ടും ഉണങ്ങണേ ഇല്ല. അപ്പോൾ ഞാൻ അതിലത്തെ വെള്ളം എടുത്തിട്ട് എൻ്റെ കയ്യിലേക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ എങ്ങനെയെങ്കിലൊക്കെ അത് ശരിയാവട്ടെ. എന്നിട്ട് പകുതി അവന് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് എനിക്ക് കൊടുക്കുന്നില്ല. ഓക്കെ, അപ്പം എന്തായാലും നോക്കാം. എന്നാൽ അനിയനോട് വീഡിയോ എടുക്കാൻ പറയും. നോക്കട്ടെ കേട്ടോ. അപ്പോ പോസിയാണ് നിന്റെ. എനിക്കൊന്ന് വീഡിയോ എടുത്ത് തരുമോ പ്ലീസ്? എന്തൊരു കഷ്ടട വാടകള് അടി വിട്ടോ. പറ്റില്ല. വാ വാങ്ങട്. ഫോൺ എടുത്ത് തന്നങ്ങട്. നിന്റെ അമ്മയുടെ ഫോൺ എടുത്ത് കളിക്കല്ലേ? ഞാൻ അമ്മയ്ക്ക് കൊടുക്കാൻ പോവാ ഫോൺ. വാടാ. പറ്റില്ല കേട്ടാ, ഞാൻ മിണ്ടില്ല. നടക്കണ്ട, അവിടെ നിന്നിട്ട് നിക്കണേ ഉള്ളൂ. പ്ലീസ്. ഇത് എന്നോ എടുത്തു വെച്ച വീഡിയോ ആണ്. ഞാനത് പോസ്റ്റ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലാസ്റ്റത്തെ ക്ലിപ്പൊന്നും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ അമ്മമ്മ എടുത്ത് ഡിലീറ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഞാനിതൊന്നും പിന്നെ ഓർത്തില്ല. അതുകൊണ്ട് തന്നെ അന്നുണ്ടായ കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഞാനിന്ന് പറയാം കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. അവൻ വീഡിയോ എടുക്കാൻ വന്നൊന്നുമില്ല. ആസ് യൂഷ്വൽ, കുഴപ്പമൊന്നുമില്ല, സ്വാഭാവികം. അപ്പോൾ വീഡിയോ എടുക്കാൻ വന്നില്ല, അതുകൊണ്ടൊന്നും വീഡിയോ എടുത്തുമില്ല. അപ്പോൾ വേറൊന്നും ഉണ്ടായിരുന്നില്ല. മഞ്ഞളിൻ്റെ ക്രീം പരട്ടിയിട്ട് നല്ല ഗ്ലോ ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. ഒരു വെളുത്ത കളറൊക്കെ വരുന്നുണ്ട്. വേറൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ബൈ.